ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു ഫേഷ്യൽ വീഡിയോ ആണ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ വീഡിയോ. ഇതിനുവേണ്ടി നമ്മൾക്ക് പുറത്തോട്ട് എങ്ങും പോകണം. എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമ്മളിത് ഫേഷ്യൽ ചെയ്യുന്നത്. ഈ സാധനങ്ങളൊന്നും ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവത്തില്ല. കാര്യം അത്രയ്ക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയുന്നത് കേൾക്കുമ്പോഴേ മനസ്സിലാവും. കാര്യം അത്രയ്ക്ക് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് വളരെ അമേസിംഗ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമല്ലേ. നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് ചെയ്യത്തില്ലേ, അതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫേഷ്യലിലൂടെ കിട്ടാൻ പോകുന്നത്. ആകെ 3 സ്റ്റെപ്പേ ഉള്ളൂ. ആ 3 സ്റ്റെപ്പ് നമ്മൾ അതുപോലെ ഫോളോ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു റിസൾട്ട് തന്നെ കിട്ടും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു കുട്ടി ബെല്ലൈക്കൺ കൂടി ഉണ്ടാകും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേഷ്യലിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പൊട്ടറ്റോ, ഉരുളൻകിഴങ്ങ്. ഉരുളൻകിഴങ്ങ് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഫേഷ്യൽ ചെയ്യുന്നത്. ഉരുളൻകിഴങ്ങ് മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള പഞ്ചസാര, തേൻ, അതുപോലുള്ള അരിപ്പൊടി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മേക്കപ്പ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ നമ്മളൊരു ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ടാണെങ്കിലും ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ മുഖം നല്ലപോലെ വാഷ് ചെയ്യണം എന്ന്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പുറത്തുനിന്നൊരു ഫേസ് വാഷ് ഉപയോഗിക്കാം. എങ്കിലും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന ക്ലെൻസിങ് ആണ്. നമ്മുടെ മുഖമാണ് നമ്മൾ ആദ്യം വൃത്തിയാക്കുന്നത്. എങ്കിലും നമുക്കൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫേസ് വാഷ് വെച്ച് മുഖം കഴുകണം. ഇപ്പം ഞാൻ അങ്ങനെ വാഷ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ആണ്. അപ്പം നമുക്ക് ക്ലെൻസിങ്ങിന് വേണ്ടി ആദ്യം വേണ്ടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ ആണ്. നമ്മുടെ അടുക്കളയിലൊക്കെ കിട്ടുന്ന സാധാ ഉരുളൻകിഴങ്ങാണ് നമുക്ക് വേണ്ടുന്നത്. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കണം. ഒരു പേസ്റ്റ് പരുവം പോലെ കിട്ടും. അത് നമ്മൾ ക്ലെൻസിങ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പം നമുക്ക് വേണ്ട ഇതുപോലൊരു പേസ്റ്റ് രൂപമാണ് കേട്ടോ കിട്ടുന്നത്. കണ്ടോ, ഇതുപോലെ കിട്ടും. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആട്ടോ ക്ലെൻസിങ്. ഇത് നമ്മൾ പേസ്റ്റ് പരുവാക്കി എടുത്തിട്ട് ഒരു 10-15 മിനിറ്റത്തെ നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കണം. എന്നിട്ട് നമ്മളിത് മുഖത്ത് തേച്ച് പിടിപ്പിക്കണം. ഒരു 5 മിനിറ്റെങ്കിലും കുറച്ച് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ പേസ്റ്റ് നമ്മൾ മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ 5 മിനിറ്റ് നല്ലോണം മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നല്ലപോലെ ഹോൾഡ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാം. നമ്മൾ കരുതണം, ഈ പൊട്ടറ്റോ നിസ്സാരക്കാരനല്ല കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. നമുക്ക് മുഖത്തിനാണെങ്കിലും ആരോഗ്യത്തിനാണെങ്കിലും നമുക്ക് ഈ പൊട്ടറ്റോ അടിപൊളിയാണ്. ഈ പൊട്ടറ്റോയിലുള്ള ആന്റി ഓക്സിഡൻസ് ഒക്കെ നമ്മുടെ മുഖത്ത് നിറം വർദ്ധിക്കാനും അതുപോലെ തന്നെ ഈ പാടുകൾ മാറാനും, ഈ കണ്ണിന്റെ താഴെ ചിലർക്ക് വീക്കം ഉണ്ടല്ലോ, അത് ഈ പൊട്ടറ്റോ നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇതൊരു 10 മിനിറ്റത്തേക്ക് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ മുഖം നല്ലപോലെ വാഷ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ 2 സ്പൂൺ പൊട്ടറ്റോ പേസ്റ്റ് വേണം. അതുപോലെ തന്നെ 2 സ്പൂൺ മിൽക്ക് വേണം. അതുപോലെ തന്നെ 4 സ്പൂൺ ഷുഗർ, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഹണി. ഇത് ഇത്രയാണ് നമുക്ക് വേണ്ടുന്നത്. അതെല്ലാം കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇപ്പം അതെല്ലാം ഒഴിച്ചൊരു പേസ്റ്റാണിത്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുക. ഇത് നമ്മൾ 5 മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്യണം കേട്ടോ. 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് മുഖത്ത് ഹോൾഡ് ചെയ്ത് വെക്കണം. അപ്പം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇപ്പം നമ്മുടെ മുഖം നല്ലപോലെ നമ്മൾ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 5 മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റിലേക്ക് മുഖത്ത് തന്നെ ഹോൾഡ് ചെയ്ത് വെക്കണം. ഈ സ്ക്രബ് ചെയ്യുന്നത് ആഴ്ചയിൽ 2 തവണയൊക്കെ സ്ക്രബ് ചെയ്യുന്നത് നല്ലതാട്ടോ മുഖത്തിന്. നാച്ചുറൽ ആകുമ്പോൾ അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫേഷ്യൽ എന്ന് പറയുന്നത് ഒരു വട്ടം തന്നെ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുമെന്നുണ്ടെങ്കിലും ഒരാഴ്ചയിൽ 2 തവണയൊക്കെ ചെയ്യുമ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇത് ആഴ്ച 2 തവണയൊക്കെ ചെയ്യാം. കാര്യം ഇതിനകത്ത് വലിയ കെമിക്കൽസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. എല്ലാം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് മുഖത്തിന് വളരെ നല്ലതാണ് ഈ ഫേഷ്യൽ. അപ്പം നമുക്കിത് 20 മിനിറ്റ് ഹോൾഡ് ചെയ്ത് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് സ്ക്രബിങ്. നമ്മൾ ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഹോൾഡ് ചെയ്തതിനു ശേഷം ഇപ്പോൾ ഞാൻ മുഖം വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റാത്തത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്ക് ഉണ്ടാക്കാനാണ്. അതും വളരെ എളുപ്പമാണ്. 2 സ്പൂൺ പൊട്ടറ്റോ പേസ്റ്റിനകത്തോട്ട് നമ്മൾ 2 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ലെമണിൻ്റെ ഒരു 1/2 പീസ് പിഴിഞ്ഞൊഴിക്കണം.
സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ളവർ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അല്ലാത്തവർക്ക് ഒരു സ്പൂൺ ഒഴിക്കാം. ഒരു സ്പൂണല്ല, ഒരു ഹാഫ് ലെമൺ ഒഴിക്കാം. നല്ലപോലെ മിക്സ് ആക്കുക. ഇനി ഇച്ചിരി തേൻ, നമ്മുടെ ആവശ്യത്തിന്, മുഖത്തിന് ആവശ്യമുള്ള തേനും കൂടി മിക്സ് ആക്കി കൊടുക്കുക. അപ്പം ഞാൻ കുറച്ച് തേനേ എടുത്തിട്ടുള്ളൂ. നല്ലപോലെ മിക്സ് ആക്കുക. ഇപ്പം നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 5 മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്യണം കേട്ടോ. അത് നമ്മൾ ആ മസാജിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പം നമ്മൾ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 25 മിനിറ്റത്തേക്ക് നമുക്ക് മുഖത്ത് ഇത് ഹോൾഡ് ചെയ്ത് വെക്കണം. നമുക്കിപ്പം ഹോൾഡ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം കാണാം. അത് വേണ്ട. അപ്പം നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് മുഖം വാഷ് ചെയ്തിട്ടുണ്ട്. 20 മിനിറ്റോളം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുഖം വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല, കാര്യം സ്ക്രീൻ ആയതുകൊണ്ടാണ്. പക്ഷെ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് റിസൾട്ട് നല്ലോണം മനസ്സിലാവും. ഇത് ആഴ്ചയിൽ ഒരു തവണ ഇട്ടാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെങ്കിലും ആഴ്ചയിൽ 2 തവണ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു അമേസിംഗ് റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഈ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. കാരണം നമ്മുടെ മുഖത്തുള്ള എല്ലാ പാടും മാറും. അതുപോലെ തന്നെ നമ്മുടെ മുഖം നല്ലപോലെ ഒന്ന് ഗ്ലോ ചെയ്യിക്കും. റിസൾട്ട് നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്ന് എല്ലാവരും പറയണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വന്നിട്ട് പറയണം. എൻ്റെ ഇൻസ്റ്റ ID എന്ന് പറയുന്നത് നിത്യ വാവൂസ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു കുട്ടി ബെല്ലൈക്കൺ കൂടി ഉണ്ടാകും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കൂടാതെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കും നമ്മളുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ബൈ.